താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. കോങ്ങാട് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പിടിയിലായത്. സംഘർഷത്തിൽ പരിക്കേറ്റ 10ാം ക്ലാസ്സുകാരന് ഗുരുതര പരിക്കേറ്റു. താമരശ്ശേരി ചുങ്കം സ്വദേശി മുഹമ്മദ് ഷഹബാസിനാണ് പരിക്കേറ്റത്. ഫെയർവെൽ പാർട്ടിക്കിടെ ഉണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അനഘ ഹർഷൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനഘ, കുട്ടികളാണ് തമ്മിൽ തല്ലിയത്, പക്ഷെ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു ഒരു വിദ്യാർത്ഥിക്ക്. അതിൽ ഇപ്പോൾ ഈ 5 പേർ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവരെല്ലാം കുട്ടികളാണ്, എങ്ങനെയാണ് നടപടിയെടുക്കുന്നത്? വിവരങ്ങൾ എന്താണ്? വീണ, അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ താമരശ്ശേരിയിലെ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളാണ് ഫെയർവെൽ പാർട്ടിയോടനുബന്ധിച്ച് പരസ്പരം തമ്മിൽ തല്ലിയത്. അതായത് ഈ പാർട്ടി നടക്കുന്ന സമയത്ത് ഒരു വിഭാഗം കുട്ടികൾ ഈ കൂകി വിളിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഈ MJSS സ്കൂൾ വിദ്യാർത്ഥികളും മറ്റ് താമരശ്ശേരിയിലെ മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളും ഒക്കെ തന്നെയാണ് ഈ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നത്. അങ്ങനെ ഈ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം ഈ ഫെയർവെൽ പാർട്ടി നടക്കുന്ന സമയത്ത് കൂകി വിളിക്കുകയുണ്ടായി. അങ്ങനെ ഇരുവിഭാഗം സ്കൂളിലെ കുട്ടികൾ തമ്മിൽ വാക്കുതർക്കവും അത് പിന്നീട് കയ്യാങ്കളിയിലേക്കൊക്കെ പോയി. അന്ന് ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ ഇടപെട്ടാണ് ഈ ഇരുവിഭാഗം വിദ്യാർത്ഥികളെയും അനുനയിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. എന്നാൽ ആ സംഘർഷത്തിന്റെ എന്നോണമാണ് ഇന്നലെ വൈകുന്നേരം ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിന് പരിസരത്ത് വെച്ച് ഈ വിവിധ സ്കൂളിലെ കുട്ടികൾ സംഘടിച്ചെത്തുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു. ഈ ഏറ്റുമുട്ടലിലാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരനായ ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത്. കുട്ടി അതീവ ക്ഷീണിതനായാണ് വീട്ടിലെത്തുന്നത്. പക്ഷെ വീട്ടുകാരോടൊന്നും തന്നെ ഇത്തരത്തിൽ തനിക്ക് മർദ്ദനമേറ്റതായ കാര്യം കുട്ടി പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ ഒന്നും ഏറ്റ ഒരു പാടും ആ സമയത്ത് വീട്ടുകാർ കാണാനും സാധിച്ചിരുന്നില്ല. അങ്ങനെ വൈകുന്നേരത്തോടു കൂടി കുട്ടി അതീവ അവശ നിലയിലേക്ക് പോയതോടുകൂടിയാണ് കുട്ടിയെ തൊട്ടടുത്ത ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അവിടെ നിന്നാണ് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത്. നിലവിൽ കുട്ടിയുടെ നില അത് അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആശുപത്രി അധികൃതർ പറയുന്നത്. കുട്ടി പകുതി കോമാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. മറ്റ് പ്രതികരണങ്ങളൊന്നും കുട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ജീവന് വേണ്ടി മല്ലിടുന്ന ഒരു സാഹചര്യമാണ് കുട്ടിക്ക് ഉള്ളത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് വരുന്ന ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത. ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്ന് 15ഓളം വിദ്യാർത്ഥികൾ ഈ അടിപിടിയിൽ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 5 വിദ്യാർത്ഥികളെ പോലീസ്, വിവിധ സ്കൂളിൽ പഠിക്കുന്ന 5 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അവരെ ചോദ്യം ചെയ്യുകയാണ്. ഈ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമൊക്കെ ആയിരിക്കും മേൽ നടപടികളൊക്കെ തന്നെ ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ നില അത് അതീവ ഗുരുതരമായി തുടരുകയാണ് എന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് നമുക്ക് പറയാനുള്ളത്. വീണ, ശരി അനഘ.